അറിയും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് നാം ഓരോരുത്തരും ഓരോ ഹോമകുണ്ഡങ്ങളായി തീരേണ്ടത്? ആ നമ്മുടെ ഹോമാഗ്നിയിലേക്ക്, ജ്ഞാനാഗ്നിയിലേക്ക്, സംയമനമാകുന്ന അഗ്നിയിലേക്ക്, ആത്മസംയമനമാകുന്ന അഗ്നിയിലേക്ക്, ഇങ്ങനെ ബ്രഹ്മാഗ്നിയിലേക്ക്, ഓരോരോ അഗ്നികൾക്ക് ഓരോ തരത്തിൽ അഗ്നികളെ വേറെ വേറെ തിരിച്ച് പറയുകയാണ്. മറ്റൊരു ഉപനിഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഈ ഹവനം ചെയ്യുന്ന സമയത്ത് അഗ്നികളല്ല, തീനാളങ്ങൾ, അതിൻ്റെ സ്ഫുലിംഗങ്ങളാണല്ലോ, അതിന് പേരുകൾ നൽകി എന്താ പറയുക, വിളിക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. കാളി കരാളി ച മനോജവാച സ്ഫുലിംഗിനി വിശ്വരുചി ച വർണ്ണ ലേലേയമാന ഇതി സപ്തജിഹ്വ. 7 തീനാളങ്ങൾ. ഈ തീനാളങ്ങൾക്കൊക്കെ അവർ പേരുകൾ നൽകിയിട്ടുണ്ട്. കാളി, കരാളി, മനോജവ, സ്ഫുലിംഗിനി, വിശ്വരുചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓരോരോ തീനാളങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഹവിസുക്കളെ സമർപ്പിക്കുന്ന ഈ യാഗത്തിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ബാഹ്യമായ ഹോമകുണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ, കാരണം ഇത് ഇപ്പോൾ ശങ്കര ഭഗവത്പാദരുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാനസപൂജ ഉണ്ട്, ശിവമാനസ പൂജ. മനസ്സുകൊണ്ട് പൂജ ചെയ്യാം നമുക്ക്. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു പൂജാമുറിയോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക കാര്യമൊന്നുമല്ല, എല്ലാം മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന അതിമനോഹരമായിട്ടുള്ളതാണ്. രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതാംഗ. അതായത് നമ്മൾ നൽകുന്നത് തന്നെ ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ നൽകുന്ന രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ, രത്നത്തിൻ്റെ ആസനം തന്നെയാണ് കൽപ്പിച്ചു കൊടുത്തത്. മാനസപൂജയാണല്ലോ, എന്തിനാ കുറയ്ക്കുന്നത്? പിന്നെ സാധാരണ നമ്മുടെ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമല്ല, ഹിമജലൈ ഗംഗാജലം ഹിമവാന്റെ ഗംഗോത്രിയിൽ നിന്ന്, ഗോമുഖിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ഇങ്ങനെ എല്ലാം വിസ്തരിച്ച് പാട്ട്, ഗീതം എല്ലാം മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് ശിവമാനസ പൂജ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവത ഏതാണോ നിങ്ങൾക്കൊരു ഓരത്തിരുന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇവിടെ മനസ്സുകൊണ്ട് വെറുതെ ചെയ്യുക മാത്രമല്ല, ഇത് ഈ യജ്ഞം വളരെ പ്രാവർത്തികമാക്കുക. ഏതൊക്കെ ഇതിലാണ്? 27ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് സർവേന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. അപരേ ചിലർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഓരോ സമ്പ്രദായങ്ങളല്ല, ഇതിൽ നിന്നാണ് ഓരോ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ സമ്പ്രദായങ്ങളെയൊക്കെ നമുക്ക് സ്വീകരിക്കാം. അപ്പം ചിലർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഈർഷ്യ തോന്നേണ്ടതില്ല. എല്ലാവരെയും നമ്മൾ ഈ മിലിറ്ററിയിൽ സ്വാമിജി പറയും, ചിന്മയാനന്ദ സ്വാമികൾ, അറ്റൻഷൻ, കവിത ലിഖോ, അങ്ങനെ പറഞ്ഞാലൊക്കെ കവിത വരുമോ? ഇവരെല്ലാവരും ഇങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് മേജർ അവരുടെ സുപ്പീരിയർ പറയാ അറ്റൻഷൻ. എല്ലാവർക്കും അത് പറ്റും. അവർക്ക് പേനയും പേപ്പറും കൊടുത്ത് കവിത ലിഖോ, കവിത എഴുതിക്കൊള്ളാൻ നടക്കുന്ന കാര്യമാണോ അത്? ഒരു കവിത രൂപപ്പെട്ട് വരണമെങ്കിൽ ചിലപ്പം റിട്ടയർ ആവേണ്ടി വരും. അപ്പോഴായിരിക്കും അവിടുത്തെ അനുഭവങ്ങളെയൊക്കെ കൂടെ ഒരു 4 വരിയായിട്ട് കവിതയാവുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന പരിപാടി നമ്മൾ ചെയ്യണ്ട. അപ്പോൾ ചിലർ എന്തു ചെയ്യുന്നു? അവർ സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ച ജ്ഞാനദീപിതേ ആത്മസംയമ യോഗാഗ്നൗ ജുഹതി. ആത്മസംയമനമാകുന്ന സെൽഫ് കൺട്രോൾ, അവർക്കത് അവരതിൽ അതൊരു അഗ്നിയാണ് അവരെ സംബന്ധിച്ച്. ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത്, അതായത് പ്രതികരിക്കാൻ പറ്റാതെ തൽക്കാലം കടിച്ചു പിടിച്ച് നിൽക്കുകയല്ല. രണ്ടാണ്. ഈ തിദിക്ഷ എന്നാണ് ഇതിന് പറയുക. തിദിക്ഷയാകുന്ന അഗ്നി എന്താണ്? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷ നിഗദ്യത എന്നാണ്. സർവദുഃഖാനാം, എന്തെങ്കിലുമൊക്കെ അത് ദുഃഖങ്ങളായിട്ടായിരിക്കാം, പക്ഷേ അപ്രതീകാരപൂർവകം,
പ്രതികാരത്തിൻ്റെ ഒരു നാമ്പ് പോലും ഇല്ലാതെ, ചിന്താവിലാപരഹിതം, അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ല. അതിനെയാണ് സാ തിദിക്ഷ നിഗദ്യത, അതിനെ തിദിക്ഷ എന്ന് പറയുന്നു. ആ തിദിക്ഷയാണ് ഇവിടെ എന്ത്? ആത്മസംയമനമാകുന്ന യോഗാഗ്നി. അത് ആത്മസംയമനമാണ്. മറ്റത് അടിച്ചു പിടിച്ച് അങ്ങനെ ഞാൻ ചില സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതികൾ കാണിക്കുവേ, അത് ചിലപ്പം വിരുന്നുകാർ വീട്ടിൽ വന്നിട്ട് അവരുമായിട്ട് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇവൻ്റെ ഈ വികൃതികളി. അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ച് 4 പെട കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയുള്ളൂ. ആ നോട്ടത്തിലുണ്ട് എന്ത്? ഇവരിങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നുള്ളത്. അത് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു സമയമുണ്ടല്ലോ, അത് അവൻ ആ ഫുൾ ഫ്രീഡത്തിൽ അതിങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പോൾ ഈ ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ എന്താ പറയുക, കടിച്ചു പിടിച്ച് നിൽക്കുന്ന അത്തരത്തിലുള്ളതല്ല ഈ ആത്മസംയമനമാകുന്ന യോഗാഗ്നി എന്ന് പറയുന്നത്. അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിലേക്ക് ഇങ്ങനെ വിറകുകളെ ഇടാം. ഭഗവാൻ ഇവിടെ പറയും, അത് നല്ല ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത്, തുടർന്ന് ചില ഗടാഗടിയന്മാരുടെ യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. എന്താണ്? ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാഃ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. ഗംഭീരങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾ. അപരേ മറ്റു ചിലർ ദ്രവ്യയജ്ഞാഃ, ദ്രവ്യങ്ങളെ കൊണ്ട് യജ്ഞം ചെയ്യുന്നതാണ്. എന്താണ് ദ്രവ്യം? ധനം ദ്രവ്യമാണ്. അവർക്ക് ധനം ഉപയോഗിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. നല്ല കാര്യത്തിന് വേണ്ടി അവർ ധനം കൊണ്ട് പല യജ്ഞങ്ങളും ചെയ്യും. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ധനികരായിട്ടുള്ള ആളുകൾ. അതും യജ്ഞമാണ്. ഒരാൾ ആളുകളെ സഹായിക്കുന്നു, അവർക്ക് വൈദ്യസഹായം നൽകുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പൊതുസമൂഹത്തിന് വേണ്ടുന്ന വായനശാല നിർമ്മിക്കുന്നു, കിണർ നിർമ്മിക്കുന്നു, ബസ് സ്റ്റോപ്പുകൾ, തണ്ണീർത്തടങ്ങൾ ഇത്യാദി കാര്യങ്ങൾ. ഇതൊക്കെ തണ്ണീർത്തടം എന്നുള്ള പഴയ ഒരു ഭാഷ. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടുന്നതൊക്കെ ധനമുണ്ട് കയ്യിൽ, അതിൻ്റെ ഒരു ഇത്ര ശതമാനം നീക്കിവെച്ച് നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊരു യജ്ഞമാണ്. അങ്ങനെ ചെയ്യുന്നു ചിലർ. അപരേ മറ്റുള്ളവരോ തപോയജ്ഞാഃ, തപസ് ചെയ്യുന്നു. അതും യജ്ഞമാണ്. തപസ് എന്താണ്? വിപരീതങ്ങളെ അനുകൂലമാക്കുക എന്നുള്ളത് തന്നെയാണ് തപസ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ എവിടെയെങ്കിലും പോയിരിക്കും അടങ്ങി ഒതുങ്ങിയിട്ട്, അത്ര തന്നെ. അത് തന്നെ വലിയ കാര്യമല്ലേ. ചിലരോ യോഗയജ്ഞാഃ, യോഗത്തെ തന്നെ യജ്ഞാവുന്നു. മറ്റേ യോഗയല്ല, യോഗം, ചേർച്ച. അവരെ മറ്റുള്ളവരോ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ്, സ്വാധ്യായ ജ്ഞാനയജ്ഞമാണ്. സ്വാധ്യായം എന്തൊക്കെയാണോ ആശ്രമത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, ആ പഠിച്ചതിനെ എന്തു ചെയ്യുന്നു? ജ്ഞാനം. അതായത് നമുക്ക് ഈ പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഓത്തെടുക്കുന്നുണ്ട്. അതെന്താണ്? സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായത്തിലും പ്രവചനത്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസന്ധാനം ചെയ്യണം. വീണ്ടും വീണ്ടും ഈ പഠിച്ചതൊക്കെ വീണ്ടും അനുസന്ധാനം ചെയ്ത് അതിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അതാണ് പ്രവചനം. അപ്പോൾ ഇതെന്താണ്? സ്വാധ്യായ ജ്ഞാനയജ്ഞമാണ്. അതാണ് നിങ്ങളോട് ആമുഖമായിട്ട് തന്നെ പറയുന്നത്. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവിടെ ഇഷ്ടിക്കൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ? പണ്ട് ഞങ്ങൾ ചിന്മയ മിഷനിൽ തിരുവനന്തപുരത്ത്, അന്ന് നമ്മൾ ചിന്മയ മിഷനിൽ ചേർന്നിട്ടില്ല. അപ്പോൾ ചിന്മയ യുവകേന്ദ്രയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്, യുവാവായിരിക്കും. അപ്പോൾ കോഴിക്കോട് നിന്നൊരു സ്വാമിജി തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മൾ ഈ കേരളം മുഴുവൻ സർവാണിയായിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് ഈ ഓരോ സ്വാമിമാരുടെ കൂടെ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അവിടെ ഒരു കാട്ടാക്കടയിലൊരു യജ്ഞം. ഈ യജ്ഞം കാട്ടാക്കടയിൽ അത്ര പരിചയമില്ലായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഇങ്ങനെ അവിടെ നമ്മൾ സ്ഥലം, ഒരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ സ്ഥലമൊക്കെ പോയി നോക്കിയപ്പം, എന്നിട്ട് ആ കടയിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ 1-2 ആളുകളൊക്കെ വന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു തിരുവനന്തപുരം ഭാഷയിൽ, എന്തിടെ ഇവിടെ ഒക്കെ. അവിടെ ഉള്ളൊരു ലോക്കൽ ആൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവനോട് ചോദിച്ചു, ഒന്നുമില്ല അണ്ണാ,
ഏഹ്, ഒരു യജ്ഞം നടക്കുന്ന സ്ഥലം നോക്കുക, എന്തൊരു യജ്ഞമോ ആ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഭാഷയിൽ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഇത് തുടങ്ങിയപ്പോൾ മൂപ്പരെന്നെ ചോദിക്കുക, എന്തിൻ്റെ പുകയൊന്നും ഇല്ലല്ലോ, ഇഷ്ടികയൊന്നും ഇല്ലല്ലോ. മൂപ്പര് വിചാരിച്ച് കുറേ ഇഷ്ടികയൊക്കെ ഇറക്കി ഇവിടെ പുകയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ സ്വാമി ആളുകളുടെ തല പുകയ്ക്കുന്ന ആളാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുക കാണാം, ആളുകളുടെ തലേന്ന് പുക പോകണത് കാണാമെന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴും ഓർമ്മ വരും അത്. അപ്പോൾ ഈ യജ്ഞങ്ങൾ പലതാണ്. ഇങ്ങനെ വെറും ഇഷ്ടിക നിരത്തുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ എന്താണ് സ്വാധ്യായ ജ്ഞാനയജ്ഞം. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാധ്യായമാണ്. എന്തൊക്കെയാണോ പഠിച്ചത് അത് വീണ്ടും വീണ്ടും പറയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും എത്ര നമ്മളിത് പറയുന്നുവോ അതിനനുസരിച്ച് ഇത് കത്തിയുടെ മൂർച്ച കൂട്ടുന്നത് പോലെയാണ്. അതിങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ പരിപാടി എന്ന് പറയുക. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയുമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി ഇത്യാദികളൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച, അതും ഇവരെല്ലാവരും തന്നെ യതയഃ, ഇവരൊക്കെ യജ്ഞിക്കുന്നവരാണ്, യതികളാണ്. സംശിതവ്രതാഹ, കഠിനമായ വ്രതത്തോട് കൂടിയിട്ടുള്ളതാണ്. ഒക്കെ വളരെ പ്രധാനപ്പെട്ട യജ്ഞങ്ങളാണ്. തുടർന്ന് പറയുന്നു, അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. ഇനി മറ്റൊരു കൂട്ടരാണെങ്കിലോ പ്രാണായാമപരായണാഃ, പ്രാണായാമ തത്പരരായിട്ടുള്ള അവർ, അവരെ മറ്റുള്ളവര്. പ്രാണാപാനഗതിരുദ്ധ്വാ, പ്രാണൻ അപാനൻ, ഇവിടെ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെയുള്ള പ്രാണന്മാർ. പ്രാണാപാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കലും പുറത്തേക്ക് വിടലും ഇവിടെ അപാനൻ്റെ അർത്ഥത്തിൽ വരും. അതിനെ രുദ്ധ്വ നിരോധിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രാണായാമം എടുക്കേണ്ടത്, പൂരകം, കുംഭകം, രേചകം തുടങ്ങിയിട്ടുള്ളത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. അപ്പോൾ പ്രാണായാമത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു, അതിനെ തടഞ്ഞിട്ട് പ്രാണാപാനഗതി രുദ്ധ്വ, പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് പ്രാണം, അതായത് നമ്മുടെ തിരുവനന്തപുരത്തും വടകരയിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിദ്ധാശ്രമം, വടകര സിദ്ധാശ്രമം എന്ന് പറയും. ഈ വടകര സിദ്ധാശ്രമം അവർ ഫോളോ ചെയ്യുന്നത് ഈ പ്രാണനാണ്. അവരുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് പ്രാണനാണ് ബ്രഹ്മം. ആ പ്രാണായാമമാണ് അവരുടെ, അത് അവരുടെ ദിനചര്യകളിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിനടുത്ത് അവർക്കൊരു ആശ്രമമുണ്ട്. അവർ നല്ല ആയുർവേദ മരുന്നുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവരുടെ ആചാര്യന്മാർ അങ്ങനെ നാട് നീളം നടന്ന് പ്രഭാഷണങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നുമുള്ളവരല്ല. അവരുടേതായിട്ടുള്ള സാധന, അവരുടെ എന്താണ് ബ്രഹ്മാനുഭവത്തിൽ ആനന്ദത്തിൽ അവരങ്ങനെ കഴിയുന്നവരാണ്. ചില എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും ഇവരെ കുറിച്ചിട്ട്. അതായത് ഇവർ കേരളത്തിലുള്ള വളരെ അതിപ്രാചീനമായിട്ടുള്ള ആശ്രമമാണ് വടകര സിദ്ധാശ്രമം, സിദ്ധവേദം എന്ന് പറയും. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ഇന്നർ സർക്കിളുണ്ട്. അവരുടെ ടോട്ടൽ ഡിറ്റാച്ച്മെൻറ്റ് പരിശീലിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അവരുടെ ഇന്നർ സർക്കിളിലേക്ക് നമുക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് സാധാരണ സാധ്യമല്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് തുടങ്ങുന്നതാണ് അതിൻ്റെ ശിക്ഷണങ്ങൾ. കൂടുതലും ഇപ്പോൾ വടകര സിദ്ധാശ്രമമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോവാം. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും പുറത്തുനിന്നൊക്കെ പോയി കാണാം നമുക്ക് അവരുടെ ആക്ടിവിറ്റികളും കാര്യങ്ങളും.
ഇന്നർ സർക്കിളിലേക്കല്ലാതെ പുറത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ കാണാം. ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോട്ടൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നല്ല, വടകരയിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അവർ വസ്ത്രം പോലും ഉപയോഗിക്കാത്തവരാണ്. നമ്മളിപ്പോൾ ഈ ന്യൂഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന അമേരിക്കയിലൊക്കെ സർവ്വസാധാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ വീട്ടിൽ ആരും വസ്ത്രം ഉപയോഗിക്കില്ല, കുട്ടികളും ആരും വസ്ത്രം ഉപയോഗിക്കില്ല. ആ കമ്മ്യൂണിറ്റിയിലുള്ളവരൊന്നും തന്നെ ഉപയോഗിക്കില്ല. അവരുടേതായിട്ടുള്ള സങ്കേതങ്ങളുണ്ട്, വലിയ ഗ്രൂപ്പ് ആളുകളൊക്കെ ഉണ്ട്. ആ വലിയൊരു ഗ്രൂപ്പ് ഗാദറിംഗ് ഒക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. അവരാരും തന്നെ ചെറുപ്പമാണെങ്കിലും ഏതാണെങ്കിലും വസ്ത്രം എന്ന് പറയുന്ന സാധനം അവർ ഉപയോഗിക്കില്ല. അവർ വീട്ടിൽ പാചകം ചെയ്യുമ്പോഴും ഒക്കെ. ഇവരും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കുട്ടികൾ അവർ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഉടമസ്ഥത ഇല്ല അവർക്ക്. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയുടെ മുലകുടിക്കൽ വരെ ഉണ്ടാവും തോന്നുന്നില്ല. ആ കുട്ടിയെ അവിടുന്ന് മാറ്റുന്നതാണ് മറ്റൊരു സങ്കേതത്തിലേക്ക്. ഈ കുട്ടി അറിയുന്നില്ല ആരാണ് എൻ്റെ അമ്മ എന്നുള്ളത്. ഇവർക്കും അതെ. അങ്ങനെ ഒരു ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു, നമുക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന്മാരെയൊക്കെ തല്ലി ഓടിക്കണം എന്നൊക്കെ തോന്നും ചിലപ്പോൾ. അത് നമ്മുടെ ഓരോരുത്തരുടെ അറിവില്ലായ്മയുടെ തോന്നലിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ പല സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട്, പല സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗീത എത്രയോ മുമ്പ് തന്നെ ഭഗവാൻ അർജുനനോട് ഇതൊക്കെ പറയും. ചിലർ പ്രാണനിൽ കേന്ദ്രീകൃതമായി, ഇവരൊക്കെ യതികളാണ്, യജ്ഞിക്കുന്നവരാണ്, മഹാത്മാക്കളാണ് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഈ യജ്ഞിക്കുന്ന ഇവരെന്ത് ചെയ്യുന്നു? പ്രാണായാമ പരായണന്മാരായിട്ട് പ്രാണേ അപാനം ജുഹ്വതി, അതിലങ്ങനെ ഹോമിക്കുന്നു. ഇവരൊക്കെ യജ്ഞം ചെയ്യുന്നവരാണ് അർജുന, ഹോമം ചെയ്യുന്നവരാണ്. അതല്ലാതെ ഈ യജ്ഞം എന്ന് പറഞ്ഞ പേരിലുണ്ടല്ലോ, യജ്ഞം എന്നും പറഞ്ഞ് നടത്തിയിട്ട് അതെന്താവുന്നു അവസാനം യുദ്ധത്തിൽ കലാശിക്കും. അങ്ങനെ ഈ അർജുനൻ്റെ യുദ്ധമാണ് വാസ്തവത്തിൽ. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഭഗവാൻ ഇപ്പോൾ അർജുനനോട് സംസാരിക്കുന്നത്. അതേസമയം ഈ അർജുനൻ ഈ യുദ്ധത്തെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ യുദ്ധം എങ്ങനെയാണ്, ഒരു യുദ്ധം പോലും യജ്ഞമാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ യജ്ഞം യുദ്ധമായിട്ട് കലാശിക്കും, അങ്ങനെയും സംഭവിക്കും. അതെങ്ങനെ അങ്ങനെയാണ് ഈ നമ്മുടെ ദക്ഷൻ്റെ കഴുത്ത് പോയത്. എന്നിട്ടോ കേട്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഈ കഴുത്ത് പോയ കേസ് ഗണപതിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ. ഗണപതിയുടെ കഴുത്ത് പകരം ആനയുടെ തല വെച്ചത് അതല്ല. ഈ വളരെ രസമായിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് ദക്ഷൻ്റെ തല പോയിട്ട് ദക്ഷൻ പിന്നെ ആടിൻ്റെ തല വെച്ച് നടക്കും. ആടിൻ്റെ തല വയ്ക്കേണ്ട അവസ്ഥ ദക്ഷന് വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതെപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ പുരാണത്തിൽ വരുന്നതാണ്, മഹാഭാരതത്തിലല്ല, വിഷ്ണു പുരാണത്തിലൊക്കെ വരുന്നതാണ്. മറ്റ് പല പുരാണങ്ങളിലും ഉണ്ട്, ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഈ പണ്ട് ഈ പ്രജാപതിമാർ ഒരു വിശേഷപ്പെട്ട യാഗം ചെയ്തു. അങ്ങനെ ഈ യാഗത്തിൽ പ്രസിദ്ധരായ പരമപ്രധാനികളായിട്ടുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ത്രിമൂർത്തികൾ, ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ, പരമേശ്വരനും വിഷ്ണു, ഇവരുടെ സാന്നിധ്യമുണ്ട്. അവർ മുഖ്യ എന്താ പറയുക ഗസ്റ്റായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദക്ഷന് അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഈ ദക്ഷൻ മോശക്കാരനല്ല. ദക്ഷൻ വാസ്തവത്തിൽ ഈ ബ്രഹ്മാവിൻ്റെ അങ്കുഷ്ടത്തിൽ നിന്ന്, തള്ളവിരലിൽ നിന്ന് ജനിച്ചവനാണ്. ഇങ്ങനെ ഈ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഭൃഗുതൊലി, എന്താ പറയുക, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭൃഗുതൊലിയിൽ നിന്ന് ജനിച്ചവനാണ്. ഇങ്ങനെ നാരദൻ മനസ്സിൽ നിന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ജന്മത്തിൻ്റെ അടയാളങ്ങൾ പറയാം. അതായത് ഇപ്പം നമ്മൾ ഈ പുരുഷ സൂക്തത്തിൽ ആ വിശ്വപുരുഷൻ്റെ, വിരാട് പുരുഷൻ്റെ പാദത്തിൽ നിന്ന് ശൂദ്രന്മാർ ജനിച്ചു എന്ന് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങൾ. എന്താ പറയുക, പുരുഷ സൂക്തം നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആദ്യം മുതലുള്ള മന്ത്രം കേൾക്കാം, അപ്പോൾ മനസ്സിലാവും ഇതെന്താണെന്ന്. വെറുതെ എന്തെങ്കിലും കേൾക്കുക, വിമർശനം നടത്തുക, ഇത്രയാണ്. അപ്പോൾ ഈ ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്രഹ്മാവിൻ്റെ
അങ്കുഷ്ടത്തിൽ നിന്ന്, അങ്കുഷ്ടം ഇതാണ് അങ്കുഷ്ടമുദ്ര, നമ്മൾ ഈ തംസപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്കുഷ്ടമുദ്രയുണ്ട്, അതുപോലെ ചിന്മുദ്ര. മുദ്രകളിൽ അങ്കുഷ്ടമുദ്ര ഒരു പ്രധാന മുദ്രയാണ്. അങ്കുഷ്ടം ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചിന്മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചിന്മുദ്ര. അപ്പോൾ ഈ ചിന്മുദ്രയിൽ ഈ 3 വിരലുകൾ ഈ ത്രിഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ത്രിഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്. ഇത് ജീവനാണ്. അതുകൊണ്ടാണ് ഈ അഹങ്കാരത്തെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നു പറഞ്ഞത്. ഇത് ജീവനെ പ്രതിനിധാനം ചെയ്യുന്നതും ഇത് 3 ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന. അപ്പോൾ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറയുന്ന ഗീതയിലും അതുപോലെ പലയിടങ്ങളിലും കാണാം. അതായത് നമ്മൾക്ക് ഈ 3 ഗുണങ്ങളെയാണ് ജയിച്ച് ബ്രഹ്മമായി തീരേണ്ടത്. അപ്പം ജീവനാണിത്. ഇത് അങ്കുഷ്ടം ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ത്രിഗുണങ്ങളിൽ നിന്നകന്ന് ജീവൻ ബ്രഹ്മവുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളം കാണിക്കുന്നതാണ്. ഇതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ഇതിനെയാണ് ചിലർ മൂക്കുപ്പൊടി മുദ്ര എന്നൊക്കെ പറയും. മൂക്കുപ്പൊടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണെന്ന്. ഇത് ചിന്മുദ്രയിലാണ് അയ്യപ്പൻ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദക്ഷൻ അവിടെ അതിഥിയാണ്. ഈ പറഞ്ഞ പ്രജാപതിമാർ നടത്തിയിട്ടുള്ള ഈ യാഗത്തിൽ. അപ്പോൾ ദക്ഷൻ കേമനൊക്കെയാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദക്ഷൻ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവിടേക്ക് സഭയിലേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു ദക്ഷനെ കണ്ട്. ദക്ഷൻ സ്വതവേ കുറച്ച് അഹങ്കാരി പ്രാഞ്ചിയേട്ടനാണ്. അപ്പം ശിവൻ കരുതി ഇവനിനി ഞാനും കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് അത് കൂടണ്ട എന്നുള്ള സങ്കല്പത്തിൽ ശിവൻ വലിയ ഇതൊന്നും കൊടുക്കാതെ ശിവൻ അവിടെ തന്നെ ഇരുന്നു. പരമശിവൻ അങ്ങനെ ഇരുന്നത് മൂപ്പർക്ക് ഭയങ്കര കുറച്ചിലായി. കാരണം തൻ്റെ മകളെ സതി മൂപ്പരുടെ മോളാണ്. മൂപ്പർക്ക് ഒരുപാട് മക്കളുണ്ട്. മൂപ്പരെക്കുറിച്ച് ഭയങ്കര കോമഡിയാണ് ദക്ഷൻ. കാരണം ഇങ്ങോർക്ക് 50,000 കുട്ടികൾ. ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ ഏൽപ്പിച്ച ആളാണ്. മൂപ്പരാണ് ഈ പറവകളെയും ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ മൂപ്പര് നോക്കിയപ്പോൾ സൃഷ്ടി പോരാൻ, ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല സൃഷ്ടി. നമ്മൾ പറയല്ലോ എന്തെന്നാണോ നിങ്ങൾ കളിക്കുന്നത്, വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്ന പോലെ മൂപ്പര് നോക്കുമ്പം സൃഷ്ടി പോരാ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരു 50,000 കുട്ടികൾ, അസിക്കിനി എന്ന് പറഞ്ഞ മൂപ്പരുടെ ഭാര്യയിൽ 50,000 കുട്ടികളെ സൃഷ്ടിച്ചു. ഈ 50,000 എണ്ണം സൃഷ്ടി നടത്താൻ ഉള്ള പരിപാടി തുടങ്ങാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നാരദർ ഇടപെട്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50,000 എണ്ണത്തിനും പേരെന്ന് പറഞ്ഞാൽ ഹര്യശ്വന്മാരെന്നാണ് പറയുക. അപ്പോൾ ഈ ഹര്യശ്വന്മാരെ നാരദർ പറഞ്ഞു, ഹേയ് നിങ്ങളെന്ത് പൊട്ടന്മാരാണ്, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് ഭയങ്കര കഴിവുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭൂമിയുടെ തലങ്ങും വിലങ്ങും ഒക്കെ സഞ്ചരിക്കാൻ, താഴേക്കും മുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ സൃഷ്ടിയൊക്കെ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അറ്റവും ഇതെത്ര നീളവും വീതി ഉണ്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ നാരദർ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവന്മാർ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കുഴിക്കലും ഇതുമൊക്കെ ആയിട്ട് ഈ പാഞ്ഞ് നടക്കുക. ഇവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴും അവർ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. നമ്മുടെ പഠിപ്പിച്ച സ്വാമിജി ഉണ്ട് ആശ്രമത്തിൽ, ചിന്മയാമിഷനിൽ. ഇന്ന് സ്വാമിജി തൃശ്ശൂരിലാണ്, അന്നും തൃശ്ശൂർ തന്നെയാണ് സ്വാമി ഗംഭീരാനന്ദ എന്ന് പറയും. ഈ സ്വാമിജി എപ്പോഴും നമുക്ക് സ്വാമിജിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടിനെ നോക്കിയിട്ട് അതിനെ എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രവുമായിട്ട് ബന്ധിച്ച് കാണുന്നത് എന്നുള്ളത് സ്വാമിജി എപ്പോഴും അങ്ങനെയാണ് കാണുക. അപ്പോൾ എന്ത് കണ്ടാലും അങ്ങനെ പറയും. ഉടനെ ഒരിക്കലും ഈ കഥ സ്വാമിജി നമ്മളോട് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ അന്ന് ഈ JCB ഇറങ്ങിയ സമയമാണ്. ഈ JCB ഇറങ്ങി ഈ JCB ഇങ്ങനെ ഇങ്ങനെ ഇത് എടുക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇതിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഈ ഇറങ്ങിയ കാലത്തെ ഇത് ആളുകൾ എത്ര കൂടി നിൽക്കുമെന്നറിയാം ഇത് കാണാൻ. രാവിലെ മുതൽ ഇവൻ പണി തീർക്കുന്നത് വരെ അവിടെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത്. അപ്പോൾ ഈ JCB ഇങ്ങനെ കുഴിക്കുന്നത് കാണുമ്പം
കണ്ടപ്പോൾ സ്വാമിജി പറഞ്ഞു ഇത് നമ്മുടെ ഹര്യശ്വന്മാരുടെ പുനരവതാരമാണെന്ന്. അപ്പോൾ ചോദിക്കുക ഈ ആരെ ഈ ഹര്യശ്വന്മാർ? അപ്പോഴാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ എപ്പോഴും പിന്നീട് നമുക്ക് എപ്പോൾ ഈ JCB കാണുമ്പോൾ ഈ ഹര്യശ്വന്മാരെ കുറിച്ച് ഓർമ്മ വരും. അതുപോലെ കുഴൽക്കിണർ കുഴിക്കുന്ന ഈ ഡ്രില്ല് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഭൂമിയെ തുരക്കുന്നതൊക്കെ ഹര്യശ്വന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ടില്ല. ഇവർ ഈ സൃഷ്ടി പരിപാടി അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ ഇവരെവിടേക്കോ പോയി. ഇങ്ങോർക്കാണെങ്കിൽ ദക്ഷിണ ഇവരന്മാരെ തിരിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. നാരദരാണ് ഇതിൻ്റെ ആളെന്ന് അറിഞ്ഞിട്ട് നാരദരോട് ദക്ഷിണ ദേഷ്യം വന്നു. അങ്ങനെ നാരദരെ ദക്ഷൻ ശപിക്കുന്നതാണ്, നീയും എൻ്റെ മക്കളെ പോലെ ഒരു സ്ഥലത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നീ ഇങ്ങനെ കറങ്ങുന്നവനാവട്ടെ, നിനക്കൊരു സ്ഥിരത എവിടെയും ഉണ്ടാവില്ല. അങ്ങനെ നാരദർക്കൊരു ശാപം കിട്ടുന്നുണ്ട്. അങ്ങനെ മൂപ്പര് വീണ്ടും സൃഷ്ടി നടത്തിയിട്ടുള്ളതിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അഗ്നിയുടെ ഭാര്യയായിട്ടുള്ള സ്വാഹ എന്ന് പറയുന്നത് ദക്ഷൻ്റെ മകളാണ്. സ്വധ എന്ന് പറയുന്ന പിതൃക്കളുടെ അതിൻ്റെ എന്താ പറയുക ഭാര്യ സ്വധയും അവൾ മകളാണ്, സതിയും. അപ്പം ഈ സതി മകളെ വിവാഹം കഴിച്ച ആളാണ്, മരുമകനാണ്. അമ്മായിച്ചനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം സാമാന്യ ഇതനുസരിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ് ദക്ഷൻ വിചാരിച്ചത്. പക്ഷേ ശിവൻ ഇതൊന്നും കണക്കാക്കിയില്ല, ശിവൻ എഴുന്നേറ്റതുമില്ല. അത് മൂപ്പർക്ക് ഭയങ്കര ഒരു കുറച്ചിലായി. ഇങ്ങനെയാണല്ലോ നമുക്ക് ചില ആളുകൾ തൊട്ടടുത്ത് നിൽക്കുന്നവരോടൊക്കെ ഹായ് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തു എന്തൊക്കെ ഉണ്ട് സുഖമല്ലേ. നമ്മളാണെങ്കിൽ കൈ കൊടുക്കാൻ കൈ എടുത്ത് ഇങ്ങനെ പൊക്കിയപ്പോൾ മൂപ്പരത് കാണാത്ത പോലെ നമ്മളോടൊരു അക്ഷരം പറയാതെ വലിയൊരാൾക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും വല്ലാതെ വിഷമാവും. എന്തായാലും മനസ്സിൽ കുറിച്ച് വയ്ക്കും, ഇവനെ ഞാൻ ഇതുപോലെ ഞാൻ വഷളാക്കുന്നുണ്ട്, ഒരു സമയം വരട്ടെ എന്ന്. ദക്ഷൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇതിന് പകരം വീട്ടണം എന്ന് കരുതിയിട്ടാണ് മൂപ്പര് വലിയൊരു യാഗം സംഘടിപ്പിച്ചു. ഇതേപോലെ ഗംഭീര യാഗം. ആ യാഗത്തിൽ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു, മകൾക്കും ഇല്ല മരുമകനും ഇല്ല. അങ്ങനെ ഈ സതി ഇങ്ങനെ ശിവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൈലാസത്തിൽ ഇവരുടെ മുന്നിൽ കൂടെയൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ ഇങ്ങനെ പോവുക. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്, ഭാഗവതത്തിലൊക്കെ പറയും. അവരിങ്ങനെ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ സതി ഇങ്ങനെ അവിടെ മുറ്റടിക്കുന്നതൊക്കെ കാണും. നമ്മളുടെ വീട്ടിന് മുറ്റത്ത് കൂടെ ഇങ്ങനെ റോഡ് സൈഡിലാണ് നമ്മുടെ വീടെങ്കിൽ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളോട് ചിലർ ചോദിക്കില്ല എന്തായി പോയില്ലേ, അമ്പലത്തിൽ ആന വന്നിട്ടുണ്ടല്ലോ ഉത്സവമല്ലേ, എന്തായി അല്ല എന്താ പോയില്ലേ, നിങ്ങളുടെ അമ്മാവൻ്റെ അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ പോയില്ലേ എന്ന് ചോദിക്കില്ലേ. നമ്മുടെ പ്രധാനപ്പെട്ട അവിടെ വലിയ പരിപാടി നടക്കുമ്പോൾ എന്താ നിങ്ങൾ പോവാഞ്ഞ് എന്ന് ചോദിക്കുന്നത് പോലെ സതിയോട് ചോദിച്ചു, അല്ല എന്താ പോകുന്നില്ലേ, ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണത് എന്ന് പറഞ്ഞ് പേരിങ്ങനെ ചെറിയ വിമാനങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു. അവിടെ വലിയ യാഗം നടക്കുന്നുണ്ട്, അച്ഛൻ വലിയ യാഗം നടത്തണു, നിങ്ങളെയൊന്നും വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സതി പറഞ്ഞു, ആഹാ അങ്ങനെ ഉണ്ടോ, അപ്പം ഇനി ശിവനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് എന്നോട് പറയാൻ വിട്ടുപോയതാണെങ്കിലോ, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയിട്ട് മൂപ്പരോട് ചോദിച്ചു, അല്ല ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട് പോണ്ടേന്ന്. വേണ്ട, അത് മൂപ്പർക്ക് കാര്യം അറിയാം, ഇത് എന്തിനാ ഇങ്ങൊരു ഇത് നടത്തണമെന്ന്, അത് പോണ്ട, നമ്മളവിടെ പോവാത്തയാണ് നല്ലത്, നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് വിളിക്കാത്തടുത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞു, കുറച്ച് ധർമ്മമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെ ശരിയാവില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ശാഠ്യമായി, എനിക്ക് പോകണം എന്നൊക്കെയായി. ഈ ശിവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഈ ശിവന് ഈ സതിയോട് എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ അനിഷ്ടങ്ങളൊക്കെ തോന്നുമ്പോൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാക്ഷായണി. ദാക്ഷായണി എന്ന് പറഞ്ഞാൽ ദക്ഷപുത്രി എന്നാണ്, നീ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം കാണിക്കുന്നവളാണ് എന്ന് എപ്പോഴൊക്കെ ശിവന് അനിഷ്ടമുണ്ടോ അപ്പോൾ വിളിക്കുന്ന പേരാണ് ദാക്ഷായണി എന്നുള്ളത്, ദക്ഷപുത്രി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ദാക്ഷായണി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നോക്കിയേ ഒന്നും അടക്കമില്ല, പോണം തന്നെ. അവസാനം സതി ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴെന്താണ്, അവിടെ ഈ പറഞ്ഞ പോലെ ഓരോ യാഗത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഇവർക്കൊക്കെ സ്ഥാനം ഉണ്ടാവും. ഇങ്ങനെ 3 പേർക്കുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോ കളരിയിലും അതിലും ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാമല്ലോ, ഗുരുവിന് ഗണപതിക്ക് എന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥാനമുണ്ട്, സങ്കല്പമുണ്ട്. അപ്പോൾ ശിവന് അവിടെ സ്ഥാനമൊന്നും കൽപ്പിച്ചതായിട്ട് കണ്ടില്ല. അപ്പോൾ സതിക്ക് ഭയങ്കര വിഷമായി, ഇതെന്താ ഇത് ആ യാഗശാലയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ.
അപ്പോൾ അമ്മയൊക്കെ വളരെ സന്തോഷത്തായിട്ട് ആ മോളെ എന്നൊക്കെ പറഞ്ഞു വലിയ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അച്ഛൻ്റെ അടുത്ത് പോയപ്പോഴോ മൂപ്പര് യാതൊരു മിണ്ടാട്ടവും ഇല്ല. എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത് എന്ന മട്ടിൽ വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. അത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തായി. അപ്പോഴാണ് അവരെ ആലോചിച്ചത്, എന്നോട് എത്ര നന്നായിട്ട് പറഞ്ഞതാണ് ഇവിടേക്ക് വരരുതെന്ന്, എന്നിട്ടും ഇങ്ങനെ ആയല്ലോ, എൻ്റെ അച്ഛൻ ഇങ്ങനെയായി പോയില്ലേ, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ അവർ ഇനി ഞാൻ ആ അച്ഛൻ്റെ മകളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചിതയിലേക്ക്, ആദ്യത്തെ സതി എന്ന് പറയുന്ന സംഗതി അതാണ്, അല്ലാതെ ഭർത്താവ് മരിച്ചിട്ട് അതിൽ ചാടിയതല്ല. അതിന് സതി എന്നറിയപ്പെടാറുണ്ട്. ഇത് വേറെ ഉണ്ട് മഹാഭാരതത്തിൽ പാണ്ഡുവിൻ്റെ കാര്യത്തിലൊക്കെ അത് സംഭവിക്കുന്നു. എന്താ പറയുക, മാദ്രി അത് ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ ഇങ്ങനെ സതി ആത്മാഹുതി ചെയ്തു. ഇത് ശിവൻ്റെ ചെവിയിൽ അറിഞ്ഞതോടുകൂടി മൂപ്പർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആളാണ്. മൂപ്പരെ ജടയെടുത്തൊരു അടിയടിച്ചു താഴെ. അതിൽ നിന്നാണ് ഈ വീരഭദ്ര പെരുമാൾ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങോട്ടേക്ക് മൂപ്പര് ഇങ്ങോട്ട് വന്നു. കിം കരോതി, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് കിങ്കരനാ മൂപ്പര് ആജ്ഞാപിച്ചാലും എന്ന്. അപ്പോൾ വേറൊരു എന്താണ് ഭദ്രകാളി, അങ്ങനെ 2 കൂട്ടർ പോയി യക്ഷൻ്റെ ശരിയാക്കാൻ പറഞ്ഞു. ഇവന്മാരങ്ങോട്ടേക്ക് ഭഗവാൻ പരമശിവൻ, അങ്ങനെ ഒന്നാമത് രുദ്രൻ എന്നൊക്കെ മൂപ്പർക്ക് പേര് തന്നെ ഉണ്ട്. മൂപ്പരെ നാമം ചൊല്ലുമ്പോൾ തന്നെ ഓം ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. എല്ലാം ഉഗ്ര സംഭവങ്ങളാണ്. ഈ വിദ്വാന്മാരോ ജഡയിൽ നിന്നിങ്ങോട്ട് സൃഷ്ടമായ ഒന്നിനും മോശക്കാരല്ല. അവിടെ അങ്ങോട്ടേക്ക് ആ യാഗശാലയിലേക്ക് യജ്ഞം നടക്കുക, യജ്ഞശാലയിലേക്ക് ചെന്നിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ അറഞ്ചം പുറഞ്ചം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലെണ്ണത്തിന് എന്താ പറയുക, തവിട്ട് പൊടിയാക്കി എല്ലെണ്ണത്തിന് അടിച്ച് നിരത്തി ഈ ദക്ഷൻ്റെയും കഴുത്ത് വെട്ടി തല എവിടെയോ ഒരു അടി അടിച്ചു. മറഡോണ അടിച്ച പോലെ ഒരൊറ്റ അടിയാണ്. ആ ഗോൾ ആർക്കും കിട്ടിയിട്ടില്ല. ഗാലറിയും കടന്ന് എവിടെയോ പോയി, തല കാണാനില്ല. അങ്ങനെ ഇതിങ്ങനെ ഭൂലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് 3 ലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് അവിടെ ഇവന്മാരിങ്ങനെ തിമർത്താടുകയാണ്. കണ്ണ് കണ്ടവരെയൊക്കെ ഇങ്ങനെ, അതിനാരൊക്കെ കൂടിയിട്ടുണ്ടോ പലരും ഓടി രക്ഷപ്പെട്ടു, നല്ല നല്ല ആളുകളൊക്കെ. അവസാനം ബ്രഹ്മാവും വിഷ്ണുവും ശിവനോട് അപേക്ഷിച്ചു, ഇല്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് അങ്ങ് ഈ കോപത്തെ ഒന്ന് ശമിപ്പിക്കണം, വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർ ഇവരുടെയൊക്കെ അപേക്ഷയെ സ്വീകരിച്ച്, ഈ യജ്ഞമാണെങ്കിൽ നന്നായിട്ട് പര്യവസാനിപ്പിക്കുകയും വേണം. ഇതിപ്പോൾ ഒരു യുദ്ധഭൂമിയാക്കിയിരിക്കുകയാണ്. ആ ഈ ഈശ്വരൻ്റെ അഭാവത്തിൽ ചെയ്യുന്ന യജ്ഞമാണ്. അവിടെ ആ സമർപ്പണമില്ലേ, പേരിന് കാണിച്ചു കൂട്ടാം. നമ്മളൊക്കെ പലരും ഉണ്ടല്ലോ, നാട്ടുകാരെ ദ്രോഹിക്കാൻ ഉപദ്രവിക്കാനൊക്കെ ഈ അമ്പല കമ്മിറ്റിക്കാർ ഇവരൊക്കെ ചെയ്യുന്ന ഓരോ പരിപാടിയുണ്ട്. പേരെന്താണ്? ഈ യജ്ഞമാണ്. അതിൽ ആ ഈശ്വരൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, പകരം വേറെ ഓരോന്നൊക്കെ ഉണ്ടാവുക. എല്ലാറ്റിനെയും അല്ല നമ്മൾ പറയുന്നത്, ചിലതൊക്കെ ആളുകൾക്ക് തന്നെ വല്ലാത്ത ഒരു ദ്രോഹമായിട്ട് തീരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ ദക്ഷൻ്റെ യജ്ഞം, ദക്ഷയാഗം ഓർക്കും. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലം കൊട്ടിയൂർ ദക്ഷയാഗം നടന്നു എന്ന് പറയുന്നതാണ്. അതുപോലെ ഹരിദ്വാറിലുണ്ട് ദക്ഷപ്രജാപതിയുടെ ആ ഒരു ക്ഷേത്രമുണ്ട് ഗംഗയുടെ തീരത്ത്. നമ്മുടെ കാശികാനന്ദഗിരി സ്വാമിയുടെ ആനന്ദവന ആശ്രമം അതിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദക്ഷന് തലയില്ല. അവസാനം ഈ വിദ്വാനെ ജീവിപ്പിക്കണമല്ലോ. നോക്കുമ്പോൾ തല കാണാനില്ല, തല നോക്കാൻ പറഞ്ഞു, തലയൊന്നുമില്ല. അവസാനം ബ്രഹ്മാവ് ഒരു ആടിൻ്റെ തല എടുത്തു. അങ്ങനെ ആടിൻ്റെ തല വെച്ചു മുമ്പിർക്ക്. അപ്പോൾ ഗണപതിക്ക് ആനയുടെ തല വെച്ച പോലെ തന്നെ ആടിൻ്റെ തല വെച്ച ഒരു സർജറിയും കൂടെ ഉണ്ട്. ഇനി പറയുമ്പം വേണമെങ്കിൽ വല്ല ചാനൽ ചർച്ചയിലൊക്കെ ആർക്കെങ്കിലും പറയണമെങ്കിൽ കൂട്ടത്തിൽ പറയാനുള്ള ഒരു തലയുണ്ട്. മാത്രമല്ല അതിലേറ്റവും വലിയ രസമുണ്ട്. ഇങ്ങനെ ഈ തല ദക്ഷൻ ആടിൻ്റെ തല വെച്ച് കഴിഞ്ഞിട്ട് ഈ യജ്ഞം പൂർത്തീകരിക്കണമല്ലോ. അപ്പോൾ
യജ്ഞം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് അത്രേ ഈ ദക്ഷൻ രുദ്രനെ, ഭഗവാൻ ശിവനെ സ്തുതിക്കും. അത് വളരെ പ്രസിദ്ധമാണ്. രുദ്രം എന്ന് പറയും, ശ്രീരുദ്രം. രുദ്രവും ചമകവും വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ രുദ്രത്തിൽ പറയും, ഈ രുദ്രത്തിൽ ഇതുണ്ട്, എന്താ ഇതിലിങ്ങനെ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ അതിലെ മന്ത്രങ്ങളെല്ലാം നല്ല രസമുള്ളതാണ്. ഇയാളുടെ തല ആടാണല്ലോ. ആടെങ്ങനെയാ കരയാ, മേ മേ എന്നല്ലേ, അതേപോലെയാ. ഓം ശം ച മേ പ്രിയം ച മേ അനുകാമശ്ച മേ 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 എന്നാ. ഓം ശം ച മേ, ശം ച മേ എന്ന് പറഞ്ഞാൽ ശം ച മേ, എനിക്ക് എന്താ മംഗളത്തെ തരണേ. ശം ച മേ പ്രിയം ച മേ, എനിക്ക് പ്രിയമായതൊക്കെ സംഭവിക്കണേ. അനുകാമശ്ചമേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ ആടിനെ പോലെ മേ 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 എന്ന് പറയുന്ന ഇതുണ്ട്. അവസാനം മൂപ്പരുടെ കാര്യം ശരിയാക്കി വിടും. അങ്ങനെ സതിയായിട്ടുള്ള ശിവൻ്റെ പോക്കുണ്ട്. എന്താ പറയുക, വജ്രായുധം കൊണ്ട് ഈ സതിയുടെ ഓരോരോ അംഗങ്ങളെയും, ഇന്ത്യയും അതുപോലെ ശ്രീലങ്കയിലും അവരുടെ ഓരോരോ അവയവങ്ങൾ, അംഗങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട്. അതാണ് ശക്തിപീഠങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള 18 ശക്തിപീഠങ്ങൾ. അഷ്ടാദശ ശക്തിപീഠങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ശ്രീലങ്കയിലുള്ളതാണ്. ഈ എന്താ പറയുക, മാൻസാദേവി അല്ല, അത് 51 ശക്തിപീഠങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വരും. നമ്മുടെ വൈഷ്ണവി, അതുപോലെ ജ്വാലാമുഖി, കാമാക്യ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ വീണ സ്ഥലങ്ങളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ശ്രീലങ്ക ഉൾപ്പെടുന്ന, കാശ്മീരിലുണ്ട്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുള്ളതാണ്. ഒക്കെ അത് ഭയങ്കര ഇതുള്ള ഒരു എന്താ പറയുക, ഈ ഇത്തരം ഇത് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ കഥ പുരാണം പറയുന്ന സ്ഥലമാണ്. ഭയങ്കര രസമാണ് ഓരോ സ്ഥലങ്ങളിലും. എല്ലാം ദേവീ ഭക്തന്മാരുടെ ഒരു പ്രത്യേക വൈബാണ് അവിടെ. നമ്മുടെ ഈ സാധാരണ കൃഷ്ണക്ഷേത്രം, ഗുരുവായൂരൊന്നും പോകുന്നത് പോലെയല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഓരോരോ സങ്കേതങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെയല്ല. എല്ലാ ക്ഷേത്രങ്ങളുടെ ആ ഒരു എന്താ പറയുക, രീതി വിധാനം, അതിൻ്റെ ആ അവിടെ വരുന്ന ആളുകൾ എല്ലാം. പിന്നെ പല ക്ഷേത്രങ്ങളിലും ഉണ്ട് ഈ പിൽക്കാലത്ത് ഉണ്ടാവുന്ന ഓരോ ഏടാകൂടങ്ങൾ അതിലേക്ക് കെട്ടിച്ചമച്ച് വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ അത്രയും അതിപ്രാചീനമായിട്ടുള്ള കുറേ പാരമ്പര്യങ്ങളൊക്കെ പറയാനുള്ള സ്ഥലങ്ങളാണ്, സങ്കേതങ്ങളാണ്. അതിൻ്റെ ആ കെട്ടും മട്ടും അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും പലതും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ യജ്ഞം എങ്ങനെയാണോ യുദ്ധത്തിൽ കലാശിക്കുന്നത്, അതുപോലെ യുദ്ധം എങ്ങനെയാണ് യജ്ഞമാവുന്നത്. ഇതാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു സന്ദേശം. അപ്പം നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമുക്ക് എന്താക്കാം, ആരച്ചാരുടെ ജോലിയാണെങ്കിലും അത് യജ്ഞമായിട്ട് ചെയ്യാം. അത് അയാളെ സംബന്ധിച്ച് ജോലിയാണ്. അയാളത് പേഴ്സണലായിട്ട് എടുക്കേണ്ടതില്ല. ഒരു ജഡ്ജിനെ സംബന്ധിച്ച് ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല. കാരണം അവിടെ തന്നിൽ അർപ്പിതമായത് എന്താണ്, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആവരുത് ഒന്നും. അപ്പം ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന, മറ്റേ ദക്ഷനുണ്ടായിട്ടുള്ളത് അതാണ്, അഹങ്കാരത്തിനേറ്റ വലിയൊരു ക്ഷീണമായിട്ട് കരുതുകയാണ്. അവിടെ വെച്ചാണ് പറയുന്നത്, ഈ ദക്ഷയാഗത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് പറയും, ഞങ്ങൾ വേറെയല്ല, നിങ്ങളങ്ങനെ കരുതരുത്. ഭാഗവത പുരാണമൊക്കെ അവസാനത്തെ പുരാണമായിട്ട് സങ്കല്പിക്കുന്ന, അപ്പോഴേക്കൊക്കെ ഈ പറഞ്ഞ കൾട്ട് വളരെ എന്താ പറയുക, വലിയ രീതിയിൽ ഇന്നുണ്ട്. ശൈവന്മാർ, വൈഷ്ണവന്മാർ, ഗാണപത്യന്മാർ, ശാക്തേയന്മാർ എന്നൊക്കെ പറയുന്ന വിഭാഗം ആളുകൾ, അവർ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കുംഭമേള നടക്കുകയാണല്ലോ, കുംഭമേളയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഗ്രൂപ്പിന്, സന്യാസിമാരിലുള്ള ഗ്രൂപ്പുകൾ, എല്ലാറ്റിലും ഉണ്ട് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ കാണാൻ സാധിക്കും. ഇവരൊക്കെ പല വിധത്തിലുള്ള യജ്ഞങ്ങളെ ചെയ്യുന്നവരാണ്. തുടർന്ന് ഭഗവാൻ അർജുനന് വീണ്ടും ചില രഹസ്യങ്ങൾ, ഉപദേശങ്ങൾ നൽകുന്നു.
എങ്ങനെയാണ് യജ്ഞത്തിൻ്റെ ശിഷ്ടം, അതിൽ നിന്ന് ശേഷിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങൾ, നമ്മളുടെ കർമ്മങ്ങൾ യജ്ഞമാക്കുക, അതേസമയത്ത് തന്നെ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ യജ്ഞത്തിൻ്റെ എന്തായിരിക്കണം, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള രഹസ്യങ്ങളൊക്കെ പറയുന്നതാണ് തുടർഭാഗങ്ങൾ. നമുക്കത് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.